നമ്മളെ ചെങ്ങായിണ്ട് സിജുവേട്ടൻ, പുള്ളി അലയിലാണ്. പുള്ളിനെ 2 ദിവസം മുന്നേ വിളിച്ചപ്പോഴേ പുള്ളി പറഞ്ഞു അവിടെ കണ്ടിട്ട് ഒരുപാടായില്ലോ എന്ന് പറഞ്ഞു. അത് ഒരുപാടായി, ഏകദേശം ഒരു 8 മാസമായി. അപ്പം ഞാൻ പറഞ്ഞു ഇന്ന് ഇപ്പൊ തന്നെ വരാമെന്ന് പറഞ്ഞു. പുള്ളി പറഞ്ഞു ഇപ്പൊ തന്നെ വരണ്ട, ഞാൻ ഫുൾ പ്ലാൻ ആക്കിയിട്ട് വിളിക്കാം, അപ്പൊ വന്നാൽ മതി പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ എന്നെ വല്ലാണ്ട് പ്രൊവോക്ക് ചെയ്തു. പിന്നെ വീട്ടിലേക്ക് ഇടിച്ച് കയറിച്ചിട്ട് ആ ഒരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കെ. വാ, ഒരു സർപ്രൈസ് വിസിറ്റ് അല്ലയിലോട്ട്. 1.5 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. വാ. സിജുവേട്ടന്റെ വീട്ടിലേക്ക് 5 മിനിറ്റ് ഉള്ളൂ. തൊട്ടടുത്തുള്ള ഒരു ഹൈപ്പർ മാർക്കറ്റിൽ കയറിയതാ. ഒരു മോളുണ്ടല്ലോ, മോൾക്ക് സ്മോൾ ഗിഫ്റ്റ് മേടിക്കാൻ വേണ്ടിട്ട് സംതിങ് നോക്കട്ടെ. ആകെ കൺഫ്യൂഷനായി. ഇത് വേണോ, ആന വേണോ, ഇത് വേണോ? പ്ലാൻ മാറ്റി ഗൈസ്. നമുക്ക് ഭ്രാന്തില്ല. ഞാൻ വെറുതെ ഒന്ന് അലയിൽ പോറത്തെ ഷാർജിലാണ് വന്ന് നിൽക്കുന്നുണ്ട്. മൂവി അനക്ക് വല്ല ഭ്രാന്തുണ്ടായിരുന്നോ? ഇങ്ങോട്ട് വല്ല ഭ്രാന്തുണ്ടായിരുന്നു. ഇതൊരു ഭ്രാന്താണ്. തമ്പുരാൻ അറിയാം എന്ത് സംഭവിക്കുന്നത്. സിജേട്ട് ഒന്നിക്ക് വീട്ടിൽ കയറ്റും, അല്ലെങ്കിൽ നമ്മൾ പുറത്താക്കും. ഇല്ല മൂവി ഇത് ഞാൻ ഫുഡ് ഓർഡർ തരാം, ഞാൻ പൈസ കൊടുക്കട്ടോ. ഒട്ടും പ്രതീക്ഷിച്ചോ. നടക്ക്. ഇവിടെ ഒരാള് നമ്മളെ കേറ്റൂലെന്ന് പറഞ്ഞിരിക്കും. സുഹൃത്തുക്കളെ, അതെ സിജോട്ടൻ പറഞ്ഞ് പ്ലാൻ ചെയ്തത് കല്യാണം നല്ല വരുന്നത് മനസ്സിലായി. എവിടെ അവിടെ ഹാപ്പി ഓണം, ഹാപ്പി ഓണം, ഹാപ്പി ഓണം. ഇഷ്ടായോ? എനിക്കറിയില്ല പപ്പിയാണോ ഒന്നും. ഇഷ്ടായോ? ഇതാ വേറെ ഉണ്ട്. എങ്ങനെയുണ്ട്? പൊളിച്ചാ? നിങ്ങളെ കാണാൻ പറഞ്ഞായിരുന്നു. എന്താ പറയാ? ഹാപ്പി ഓണം. നിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ പറഞ്ഞോ. സബ്സ്ക്രൈബറിന്റെ പേരെന്താ? കേട്ടോണ്ട് പറഞ്ഞേ. ഇവിടെ നോക്കിട്ട് പറ. ശരി, എന്ത് കണ്ടന്റ് അതിൽ പോസ്റ്റ് ചെയ്യുന്നേ? പറ. ഫണ്ണി വീഡിയോസ്. അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യണം. എന്ത് ചെയ്യണ്ടേ? സബ്സ്ക്രൈബ് ചെയ്യണം. ഇതാണ് തല കേട്ടാ. ഈ തല എവിടെയും കണ്ട യൂട്യൂബ് കണ്ട ഞാൻ അപ്പൊ